പ്രഗ്നൻസിയിൽ മാത്രമല്ല ഏത് സമയത്തും ബ്രസ്റ്റിൽ ലംപ് ഉണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ്. അതായത് മുഴ കണ്ടുപിടിച്ചാൽ അത് എന്ത് തരത്തിലുള്ള മുഴയാണെന്ന് നമ്മൾ സ്ഥിരീകരിക്കണം. സ്ഥിരീകരിക്കുന്നത് ഒരു ഡോക്ടർ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി ചെയ്യാറുണ്ട്. നമ്മൾ തൊട്ട് നോക്കിയിട്ട് എന്ത് തരത്തിലുള്ള മുഴയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് തിങ്, നമ്മൾ ഇമേജിങ് ചെയ്യും. സ്കാനിങ്ങോ അല്ലെങ്കിൽ മാമോഗ്രാം ടെസ്റ്റോ ചെയ്തിട്ട് നമ്മളത് മുഴയെ ക്യാരക്ടറൈസ് ചെയ്യും. പ്രശ്നമുള്ളതാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ പത്തോളജി വഴിയാണ്. അതായത് നമ്മൾ കുത്തിയെടുത്ത് പരിശോധിച്ച് അതിന്റെ കോശങ്ങൾ സ്റ്റഡി ചെയ്ത് പ്രശ്നമുള്ള മുഴയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പ്രഗ്നൻസിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രഗ്നൻസിയിൽ സാധാരണ യങ് ഏജിലാണ് പ്രഗ്നൻസി ആവുന്നത്. അപ്പൊ യങ് ഏജിൽ വരുന്ന ബ്രസ്റ്റിലെ മുഴകള് പൊതുവെ ബിനൈൻ ആയിരിക്കും. ക്യാൻസറസ് ആവാനുള്ള സാധ്യത വെരി ലോ. ഒരു 80% അല്ലെങ്കിൽ 90% ബിനൈൻ ആയിരിക്കും, നോൺ ക്യാൻസറസ് ആയിരിക്കും. പക്ഷെ ആണ് എന്ന് വിചാരിച്ച് നമ്മൾ മുഴ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ പാടില്ല. ബിക്കോസ് യു ഹാവ് ടു ഇവാലുവേറ്റ് ദാറ്റ്. നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ പ്ലസ് ഒരു സ്കാൻ കൂടെ ചെയ്യും. കാരണം മാമോഗ്രാം ടെസ്റ്റ് പൊതുവേ നമ്മൾ 40 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് നിർദ്ദേശിക്കുന്നത്. മാത്രമല്ല അതൊരു എക്സ്റേ ആണ്, അത് നമുക്ക് പ്രഗ്നൻസിയിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ആ മുഴ എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. വളരെ അപൂർവമായിട്ട് പ്രഗ്നൻസിയിലും ബ്രസ്റ്റ് ക്യാൻസർ കാണാറുണ്ട്. പ്രഗ്നൻസിയിൽ വരുന്ന ബ്രസ്റ്റ് ക്യാൻസറിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിപ്പോഴും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക. കൂടുതലും ഇൻഫെക്ഷൻ വന്ന രീതിയിലായിരിക്കും ബ്രസ്റ്റിന്റെ ഒരു ഘടന സമയത്ത് ഉണ്ടാവും. ഇൻഫ്ലമേറ്ററി ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറയും. തൊലി ഇങ്ങനെ ഓറഞ്ച് തൊലി പോലെ ഇങ്ങനെ നീര് വന്ന് വീർത്ത് ഇരിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. പിന്നെ പ്രഗ്നൻസിയിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു മുഴ ബ്രസ്റ്റ് ആബ്സസ് ആണ്. അതായത് ഈ പഴുപ്പ് വന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ബ്രസ്റ്റിനകത്തേക്ക് പഴുപ്പ് വരും. ഇപ്പൊ തൊലിയിൽ നിന്നോ അല്ലെങ്കിൽ രക്തം വഴിയോ ബ്രസ്റ്റിനകത്തേക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് പിന്നെ അത് കട്ടയായിരുന്ന് പിന്നെ അതിനകത്ത് ഇൻഫെക്ഷൻ വന്ന് പഴുപ്പ് പോലെയായി. ആ സമയത്ത് നമുക്ക് വേദനയും പനിയും ഒരു ഇൻഫെക്ഷൻ വന്നതിൻ്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കൂടിയുള്ള ഒരു മുഴയാണെങ്കിൽ അത് പഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടുവന്നിട്ടുള്ള മുഴകളായിരിക്കും. അത് നമ്മൾ യൂഷ്വലി ആന്റിബയോട്ടിക്സ് എല്ലാം കൊടുത്ത് ട്രീറ്റ് ചെയ്യും. പിന്നെ വരാവുന്നത് പാല് കെട്ടി നിന്നിട്ട് ഗാലക്ടോസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുഴയാണ്. അതും ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള മുഴയാണ്. അതില് ഈ പാല് ഒരു 5 months ഒക്കെ ആകുമ്പോഴത്തേക്കും ബ്രസ്റ്റിൽ പാല് വരാൻ തുടങ്ങും. അപ്പോൾ അത് ചിലപ്പോൾ ചില അവസരങ്ങളിൽ പല ഭാഗങ്ങളിൽ കെട്ടി നിന്ന് ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു മുഴ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനെ ഗാലക്ടോസിലിമർ, അതും നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്ത ശേഷം പൊതുവേ നമ്മൾ പ്രഗ്നൻസിയിൽ ഇത്തരം മുഴകൾ ട്രീറ്റ് ചെയ്യാറില്ല. ബിനൈൻ ആയിട്ടുള്ള നോൺ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകൾക്ക് പൊതുവെ ആ സമയത്ത് ട്രീറ്റ് ചെയ്യാറില്ല. നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനേ പറയാറുള്ളൂ. എല്ലാ മാസവും നിങ്ങൾ ബ്രസ്റ്റ് ചെക്ക് ചെയ്യൂ, അതിന്റെ സൈസ് വലുതാവുണ്ടോ നോക്കും. പിന്നെ നമ്മളും ഓരോ തവണ എക്സാമിനേഷൻ വരുന്ന സമയത്ത് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്ത് അതിന് വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തും. വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യാൻ നിർദ്ദേശിക്കും. കുത്തിയെടുക്കണമെങ്കിൽ അത് ചെയ്യാൻ പറയും. എന്നിരുന്നാലും വോട്ടെവർ എന്ത് തരത്തിലുള്ള മുഴ കണ്ടുപിടിക്കപ്പെട്ടാലും നിങ്ങൾ അത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം വളരെ അപൂർവമായിട്ട് പ്രഗ്നൻസിയിൽ ബ്രസ്റ്റ് ക്യാൻസർ കാണാറുണ്ട്.